ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ എത്തിയത് ഒന്ന് ചൂണ്ടിടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഉണ്ടോ, ചൂണ്ടൊക്കെ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുഴയൊക്കെ നല്ല ശാന്തമായിട്ട് നിൽക്കുകയാണ്, നല്ല അടിപൊളിയായിട്ട് ഒരു അനക്കമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. ഒരു ഓളം പോലും ഇല്ല. ചെറിയ ചെറിയ മീനുകളൊക്കെ ആക്കണം അങ്ങനെ ചെറുതിനങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വെയിലുണ്ട്. പിന്നെ എനിക്കങ്ങനെ വേറൊരു പരിപാടി കൂടി ഉണ്ട്. കുറച്ച് വിറക് വേണം വീട്ടിൽ, അപ്പോൾ അതാണ് ഒന്ന് വെട്ടിയെടുക്കണം. അപ്പം ഒരു ചൂണ്ടപ്പരിപാടി പിന്നെ വിറകുണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് വിറക് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ കെട്ടിത്തൂക്കി കൊണ്ടുപോകണം. നമ്മൾ കത്തിണ്ട് ഒരു കൊമ്പ് ഇവിടെ ആക്കണേ ചെറുതിനൊന്ന് വെട്ടി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ കാട്ടുപോയി വിറകെടുക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ താരതമ്യേന കുറഞ്ഞു വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ പല വീട്ടിലും ഗ്യാസ് അടുപ്പായി, കറണ്ട് അടുപ്പായി. നമ്മളെ വീട്ടിൽ ഗ്യാസ് അടുപ്പില്ല കേട്ടോ. ഇപ്പോൾ അമ്മക്ക് വിറകിനെ പോരാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് പോകുന്നതാണ്. പണ്ടൊക്കെ ഈ മഴക്കാലമാകുമ്പോഴത്തേനും വിറക് സംഭരിച്ച് വെക്കും. കാരണം മഴക്കാലത്തെന്ന് പറഞ്ഞാൽ വിറകൊക്കെ മരങ്ങളിതൊക്കെ നനഞ്ഞിക്കല്ലേ. അപ്പോൾ വിറകിന് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് വേനൽക്കാലത്ത് തന്നെ നമുക്ക് മഴക്കാലത്തേക്കുള്ള വിറക് കൂടി നമ്മൾ കൂട്ടി സ്വരൂപിച്ച് വെക്കാറുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു ഞാൻ അമ്മൻ്റെ ഒപ്പം ഒരു വിറകിന് പോല്. രാവിലെ അങ്ങോട്ട് പോയിട്ടാക്കണേ അമ്മക്ക് തിരിച്ചു പോകുന്നത് വൈകുന്നേരം. ഞാനാണെങ്കിൽ പോയി പെട്ടും ചെയ്ത്. നല്ല വെയിലും പോണ്ടില്ലെന്നായി കുടുങ്ങിയണെന്ന്. ഓല് പോരണ്ടേ, പിന്നെ കുടുങ്ങി വെള്ളത്തിനും ദാഹിക്കുക. എന്താ ചെയ്യുക? പിന്നെ ആകെ ഒരു തരം കാട്ടുചെടി വളർന്നത്. ഇപ്പോൾ ഒരു തരം വള്ളി രൂപത്തിൽ ഉണ്ടോ. അതൊന്ന് വെട്ടിയെടുക്കണം. അത്യാവശ്യം വിറകായി കൊണ്ടാൻ കഴിയാവത്. ഞാൻ കുറച്ചും കൂടി എടുക്കാം. കുറച്ചുകൂടി നടക്കാനുണ്ട്. ഫുള്ള് കാടാണ് ഇവിടെ. ഇത് കെട്ടാനുള്ളൊരു വള്ളി ഇവിടുന്ന് എടുക്കണം. ഇപ്പോൾ ഈ വള്ളിയാണ് കെട്ടെടുക്കണത്. കണ്ടോ, ഇതിന് അത്യാവശ്യം ഉറപ്പുണ്ടാവും. ഇത് ഒടിയൂല, പൊട്ടൂല, ഇത് മുറിയില്ല. മതേ ഇതന്നെ എടുക്കട്ടെ. പുഴഭാഗത്തൊക്കെ കാണുന്ന ഒരു മരം അത്. ഇതിൻ്റെ പേരെന്തൊക്കെ അറിയില്ല. പക്ഷേ ഈ മരം മുഴുവനായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും തന്നെ എനിക്ക് ഒരുപാട് വിറക് കിട്ടി. കാട്ടിൽ പോയാണ്ട് തിരയേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല വിറക്. ഇത് കെട്ടാൻ പോകും.
ഈ വിറക് കെട്ടൽ പഠിപ്പിച്ചെന്ന അമ്മ കേട്ടോ. കെട്ടാനൊരു ഐഡിയ കണ്ടു. ഒരു ഐഡിയക്ക് അനുസരിച്ച് കെട്ടാൻ പറ്റുള്ള വിറക് വിറക് കെട്ടാനുള്ള കയറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 വരിക്ക് വെച്ചിട്ടുണ്ട്. 3 വേണമെങ്കിൽ വെക്കാം, പക്ഷേ അവിടെ 4 വെച്ചിട്ടുണ്ട്. തടിച്ച കമ്പളൊക്കെ തടിയുള്ള കമ്പളൊക്കെ താഴ്ത്തി വെക്കാം. നമുക്ക് തല വെക്കുമ്പോൾ ക്ലിയറായി കിട്ടുള്ളൂ. ഇതുപോലെ വെക്കുക. അങ്ങനെ ആ വിറകൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് എനിക്ക് തോന്നി കുറച്ചും കൂടി വേണമെന്ന്. അങ്ങനെ ആ മരത്തിൽ കയറാനുള്ള പരിപാടിയാണ്. കയറിയിട്ട് വെട്ടിയെടുക്കുക. എന്തായാലും മരത്തുമ്പോൾ കയറുന്നതാകണ വല്ലാണ്ട് പരിചയമില്ലാത്തതുകൊണ്ടേ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയിട്ടുണ്ട്. ചെരുപ്പിട്ട ഫസ്റ്റ് കയറിയത്, പിന്നെ ചെരുപ്പൊക്കെ അങ്ങോട്ട് അഴിച്ച് വെച്ച്. എന്തായാലും അത് വിറകാക്കണ അതിമുള്ള വിറക് വെട്ടിയെടുക്കണം എന്നുള്ള വാശിയിലുണ്ടെന്ന് ഞാനും. എന്തായാലും ഇനി ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിറക് കൊണ്ടുവന്നിടണം, ഇല്ലെങ്കിൽ മഴക്കാലത്ത് കത്തിക്കാൻ വിറകുണ്ടാവില്ല. ഇപ്പോഴത്തെ കാലത്ത് നീ കാട്ടു പോയിട്ടാക്കണ ആരും വിറക് ഇങ്ങനെ ഉണ്ടാക്കിയില്ല. കാരണം ഇപ്പോൾ ഈ ഫർണിച്ചർ ഷെഡിൽ പോയാൽ അവിടെ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വിറക് കൊണ്ടുവരാം, ഗുഡ്സിലായിട്ടോ അങ്ങനെ വണ്ടിയിൽ കൊണ്ടുവരാം. അതിന് നമ്മളെന്തെങ്കിലും പൈസ കൊടുത്താൽ മതി. പക്ഷെ ആ വിറകാക്കണ പെട്ടെന്ന് പാളി പോകുന്നുണ്ട്. ഇപ്പോൾ കാട്ടത്തെ വിറകാകുമ്പോൾ അതിന് ചൂടും ഉണ്ടാവും, അത്യാവശ്യം കുറേ നേരം കത്തി നിൽക്കും ചെയ്യും. കെട്ടാൻ പോകണേ. ഇപ്പോഴത്തെ കാലത്ത് ആർക്ക് ഈ കെട്ടൊന്നും അറിയിലുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ അമ്മച്ചനൊക്കെ കാണിച്ചെന്ന് കെട്ടാത്. ഇപ്പോൾ സംഗതി വെക്കാം, അടിപൊളി. നേരെ കെട്ട് വർക്കായി. ഇതാകണ തല വെച്ച് വീട്ടിൽ കൊണ്ടുവരണം. ഇതാ ഗ്രൗണ്ട് കേട്ടോ. കുട്ടികളിപ്പോൾ കളിക്കലൊന്നുമില്ല. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയോണ്ടേ കുട്ടികളൊക്കെ അമ്മമാരെ വീട്ടിലൊക്കെ പോയി ഉണ്ടോ. നല്ല അടിപൊളി സ്ഥലം. കിട്ടിയ വിറകൊക്കെ കിട്ടിയതിന് ശേഷം വല്ലാത്ത ദാഹം തോന്നി. ഒരു തേങ്ങ എടുത്ത് പൊളിച്ച് അതിൻ്റെ വെള്ളം കുടിക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. അത് വെട്ടി കുടിക്കാനുള്ള പരിപാടിയാണ്. വല്ലാത്ത ദാഹം. ഇപ്പം ഇതിൻ്റെ ഇതാക്കണേ കുറച്ചും കൂടി ഒന്ന് പൊളിച്ചു. വെള്ളം കിട്ടില്ല. സൂപ്പർ.
ഒരു തേങ്ങ കഷ്ണം. അങ്ങനെ തേങ്ങ വെള്ളം കുടിച്ചാറായി. അപ്പോൾ ഇന്നത്താക്കണോ വറക്കുണ്ടാക്കലും മീൻപിടുത്തൊക്കെ നിർത്താൻ പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങാൻ നോക്കുമ്പോഴാണ് മാനത്താക്കണ ഒരു വിമാനം റോക്കറ്റും ഒപ്പം ഒരേ നേരത്ത് പോവുക. ആ ഒരു കാഴ്ച കാണാനായി വൈകുന്നേരമായി തുടങ്ങി. അങ്ങനെ വിറക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ ഞാനാകണ വിചാരിച്ച പോലൊന്നുമല്ല ഈ വിറകിട്ടിട്ടു. അത്യാവശ്യം കനമുണ്ട്. ഒറ്റയടിക്ക് തലയിൽ ഇങ്ങനെ വെക്കാമെന്ന് ഉദ്ദേശത്തിലാണ് ഇത്ര ഇതിൽ കെട്ടിയത്. പക്ഷേ പെട്ടെന്ന് തലയിൽ വെക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഞാൻ ആ വിറക് എൻ്റെ തലയിലാക്കണ വെച്ച് തലയിലായി കിട്ടിയ പിന്നെ കൊണ്ടുപോകും. പിന്നെ ഒരു 1/2 കിലോമീറ്റർ നടക്കാണ്ട് കിട്ടും. പിന്നെ വീട്ടിൽ വിറകുണ്ടാവില്ല. അതൊക്കെ ഓർത്ത് പിന്നെ കഷ്ടപ്പെട്ടില്ലാത്ത ഒരു നിവൃത്തിയില്ലാനും ഞാൻ എൻ്റെ ഫോണ് അവിടെ സ്റ്റിക്കിൽ വെച്ചിട്ട് എടുത്തതാണ് ഈ ഷോട്ട്. അങ്ങനെയാണ് വിറകൊക്കെ തലയിൽ വെച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഇപ്പം വീട്ടിലേക്ക് പോവാം. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇത് കേടുന്നാണ് സംഭവം. ഇത് മറ്റേ തേക്കാരം ഇത് കെട്ടുന്നു. അവനെ പൊട്ടിച്ച് വയ്ക്കാണ്. ആ ഇവിടെ അടുത്ത് നേരിടല്ലേ കേട്ടോ. അവന് പൊട്ടിച്ച് വയ്ക്കി. എന്താ തടിച്ച മുട്ടല്ല അത്? തടിച്ച കോഴിണ്ടല്ലേ? ഇത് കണ്ടങ്ങൾ ചെറിയൊരു വേർപ്പുണ്ട്. വേർപ്പിങ്ങനെ വരിക. അപ്പോൾ ഇത് കെട്ട മുട്ട തോന്നണേ. പക്ഷെ ഇതൊന്ന് പൊട്ടിക്കുക. ചിലപ്പോൾ മേതൊക്കെ പൊട്ടി തെറിക്കും. അതൊന്ന് നോക്കട്ടെ. അങ്ങോട്ട് കാണുന്നുണ്ട്. ഭാഗ്യമുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ സംഭവം പൊട്ടീനെ ഉണ്ടോ? അത് കേടായിക്കണത്. അത് തെറി കുട്ടികളും രണ്ടില്ലേ അവിടെ വലിച്ചെറിഞ്ഞ തിരി ഓൻ്റെ അമ്മോ ഇതിൻ്റെ ഒരു മണം ആകട്ടാണ്. കേടന്നു പോയി. നമ്മങ്ങിട്ട് അറിയാം കേട്ടോ. എന്നിട്ട് താഴത്തേക്ക് അറിയാം. ഓട്ടാണ്ട് ചൂലുണ്ടാക്കുന്ന പരിപാടി. അത് പണ്ടത്തെ അമ്മമാരൊക്കെ കൊലയുമ്പോൾ ഇരുന്നാണ് ഇങ്ങനെ ഓരോ ഓലെടുത്താണ്ട് ഈർക്കിളിയൊക്കെ എടുത്ത് ചൂലുണ്ടാക്കും. അപ്പോൾ ഈർക്കിളി ചൂലുണ്ടാക്കിയെടുക്കുകയാണ്. നല്ല സുഖമാണ് അടിച്ചാൽ കണ്ടോ. ഒരിക്കലും കുറച്ചും കൂടി വേണം. അപ്പം അമ്മ അതിൻ്റെ ഫുൾ പണിയിലാണ്. ഉണ്ടോ ഓലൊക്കെ എടുത്ത് സെറ്റാക്കി ഇരുന്നിങ്ങനെ ഉണ്ടാക്കുകയാണ് ചൂല്. ഞാനങ്ങനെ മുട്ട കൊണ്ടൊരു ചെറിയൊരു സ്പെഷ്യൽ ഐറ്റം. അപ്പം വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ചീരപറങ്കി, പിന്നെ ഇത് കിഴങ്ങാണ്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഉണ്ടോ. പിന്നെ കുറച്ച് തക്കാളി. അപ്പോൾ ഇതുകൊണ്ടൊരു ചെറിയൊരു ഗ്രേവി രൂപത്തിൽ ഒരു മുട്ട ഫ്രൈ. 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട അതിൽ പൊട്ടിച്ചതിൽ ഒഴിച്ച് വെച്ചാണ്. അങ്ങനെ വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് വാട്ടിയെടുക്കണം.
വെളുത്തുള്ളിയും ചീനവർഗ്ഗത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ കിഴങ്ങിട്ടിട്ടുണ്ട് കേട്ടോ. കിഴങ്ങിട്ട് ഇതിൽ വാടട്ടെ. അപ്പോൾ കറിവേപ്പും കൂടി ഇടുക. കറിവേപ്പ് ഇട്ടു. ഇത് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്താട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ടാണ് തക്കാളി ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി ഒന്ന് ഗ്രേവി ആകട്ടെ. എന്നിട്ട് ആ മുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോട് കണ്ണോരം ചേരുന്നു നാം. പെയ്തിട്ടും പെയ്തിട്ടും തോരാതെ വീണ്ടും വാർമേഘത്തെല്ലായി മാറുന്നു നാം. ഞാറ്റുവേലക്കാലങ്ങളേറെ പോയി മറഞ്ഞു ദൂരെ, ഇന്നലെകൾ തൂമഞ്ഞു പോലെ മെല്ലെ മാഞ്ഞതെന്തേ. അങ്ങനെ നമ്മളെ പൊട്ടിച്ച മുട്ട അങ്ങോട്ട് ഒഴിക്കണം. അതിൽ ഹലോ നല്ല ഫ്രഷാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി നിന്ന് നടക്കാം. ഇതിന് പേരെന്തൊക്കെ അറിയില്ല, പേരും കണ്ടുപിടിച്ചിട്ടില്ല. ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എന്തായാലും അടിപൊളിയാവുമെന്ന് വിചാരിക്കണേ. നല്ല അടിപൊളി ഗ്രേവി. പിന്നെ ഓംലെറ്റ് ഗ്രേവി അത്. ഇതിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്പെഷ്യലാണ്. സാമ്പാർ റെഡി. ഇപ്പോൾ വീഡിയോ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇതിനി അരക്കട്ടെ.